ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ക്ലീനിങ് ഡേ ആട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത് നിങ്ങളും കൂടി കാണട്ടെ, അപ്പം നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ആവട്ടെ വീടൊക്കെ ക്ലീൻ ചെയ്തിടാനായിട്ട്. അങ്ങനെയില്ലേ നമ്മളിപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ യൂട്യൂബിൽ ആരെങ്കിലും പഠിക്കുന്ന വീഡിയോ കണ്ട് അപ്പോഴേ എനിക്ക് പഠിക്കാൻ തോന്നും. അത് കണക്ക് നിങ്ങൾക്കും ക്ലീനിങ്ങിനുള്ള ത്വര ഉണ്ടാവട്ടെ. ഇത് നമ്മുടെ ക്ലീനിങ് ഡേ ആട്ടോ. രാവിലെ തന്നെ നമ്മൾ കർട്ടനെല്ലാം കഴുകിയിട്ട്, അതാകുമ്പോൾ വൈകുന്നേരം ആകുമ്പം ആൻറ്റി പോണതിന് മുമ്പ് നമുക്ക് കർട്ടൻ ഇടണം. അപ്പോൾ ഉണങ്ങുമല്ലോ. അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ്. മെഷീൻ ഇട്ടിട്ടൊന്നുമല്ല, അല്ലാതെ സർഫിലിട്ടിട്ടാണ് കഴുകുന്നത്. മെഷീനിട്ട് കഴുകുമ്പം പെട്ടെന്ന് ആ ഗ്ലേസിങ് എല്ലാം പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ അല്ലാതെ സർഫിലിട്ടിട്ട് കഴുകിയെടുക്കണേന്ന് നല്ല വെള്ള കളറാക്കി കർട്ടനെല്ലാം നല്ല മണിയായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് വെങ്കലങ്ങൾ തേക്കാൻ പോയി. വെങ്കല പാത്രം മാത്രമല്ല സ്റ്റീൽ പാത്രവും തേക്കുന്നുണ്ട്. ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടി നമ്മൾ പീതാംബരി എന്ന് പറഞ്ഞൊരു പൗഡറാണ്, ഒരു റോസ് കളർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പുളി വെച്ചിട്ടും തേക്കും. നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് വെങ്കലപാത്രമൊക്കെ തേക്കുന്നതെന്ന് പറയണം കേട്ടോ. നന്നായിട്ട് വെളുക്കാൻ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെന്തായാലും ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ വെങ്കലപാത്രങ്ങൾ അമ്മയും കൂടി കൂടിയെങ്കിലേ പെട്ടെന്ന് തീരത്തുള്ളൂ. അങ്ങനെ വെങ്കലപാത്രങ്ങളെല്ലാം തേച്ച് കഴിയുന്നുണ്ട്. അതുപോലെ സ്റ്റീൽ പാത്രങ്ങളെല്ലാം കഴുകുന്നുണ്ട്. ഇനി അഴിച്ച കർട്ടനെല്ലാം തിരിച്ചിടുക, അതാണ് ഏറ്റവും വലിയ പാട്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഈ കർട്ടനെല്ലാം അഴിച്ചെടുത്ത വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഭയങ്കര ഉത്സാഹപ്പെട്ടാണ് ഞാനും ആൻറ്റിയും കൂടെ അഴിച്ചെടുത്തത്. പക്ഷേ നമുക്ക് ചതി പറ്റിയെന്ന് അവസാനമാണ് നമ്മൾ മനസ്സിലായത്. അതായത് ഊരിയെടുത്തതും കഴുകാനും ഒന്നും പാടില്ലായിരുന്നു. തിരിച്ചിടാൻ നേരത്ത് ഞങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഇവിടെ വെങ്കല പാത്രങ്ങൾ കഴുകുന്ന പരിപാടികളാട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കർട്ടൻസ് ഇഷ്ടമാതിരി കർട്ടൻ ഉണ്ടായിരുന്നു. ഇത് ഈ ഒരു സൈഡിൽ മാത്രമല്ല, ഇവിടെയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പോരാഞ്ഞിട്ട് നമ്മുടെ മറ്റേ സോഫ സെറ്റിലും ദിവാങ്കൂട്ടിലും ഒക്കെ ഇട്ടിരുന്ന കവർ മൊത്തം എടുത്ത് കഴുകിയിട്ടിട്ടുണ്ട്. ഇന്നിവിടെ അടിച്ച് തൂത്ത് വാരി വൃത്തിയാക്കിയിട്ടിട്ടേ ആൻറ്റി പോകത്തുള്ളൂ കേട്ടോ. കണ്ടോ, ഇത്രയും ഉണ്ടായിരുന്നു. ഇത് പലതും പല സൈസാണ്. ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല ഗെയ്സ്. ഇതോ കിടക്കുന്ന കണ്ടില്ലേ. നമ്മൾ ആദ്യം സ്റ്റെപ്പ് കഴുകിയതെല്ലാം മുകളിൽ കൊണ്ടിട്ട് ഉണക്കി. കാരണം എല്ലാം കൂടി താഴെ ഇടാനായിട്ട് നമുക്ക് സ്പേസ് ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ കാറ്റ് കൊണ്ടും ചൂടടിച്ചും അതും അങ്ങ് ഉണങ്ങും. അതുമല്ല കളർ ചേഞ്ച്, ചെറിയ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചിലത് ഒരു ഗോൾഡൻ കളർ, യെല്ലോ കളർ, ചിലതൊരു വൈറ്റ് അടങ്ങിയൊരു യെല്ലോ കളർ, അങ്ങനെയൊക്കെ ആയിരുന്നു. തിരിച്ചിടാൻ നേരത്ത് ഞങ്ങൾ പെട്ടപാട് ഞങ്ങൾക്കേ അറിയാവുള്ളൂ. ഇതേ സ്റ്റീൽ പാത്രങ്ങളെല്ലാം ഭയങ്കരമായിട്ട് തേച്ച് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഇത് ഇടയ്ക്കിടയ്ക്ക് കഴുകി വെക്കുന്നത് കൊണ്ട്. ഇവിടെ ഓണത്തിന് മാത്രമല്ല കേട്ടോ കഴുകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി നീറ്റാക്കി വെക്കും. അപ്പോൾ ഓണത്തിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു 3 മാസം കൂടുമ്പോൾ ഫുൾ ഒരു ഡീപ്പ് ക്ലീനിങ് ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പാറ്റാപ്പല്ലി അങ്ങനെയുള്ള ജീവികളൊന്നും ഇല്ല. പാറ്റാപ്പല്ലി, ഉറുമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലുതായിട്ടില്ല. കാരണം ഫുൾ ടൈം ക്ലീൻ ആണ് അത്യാവശ്യം. അമ്മ അങ്ങനെയാ കേട്ടോ ഈ വീട് സൂക്ഷിക്കുന്ന. വാഴയ്ക്കൊപ്പം മോദകം മാത്രമേ കഴിക്കുള്ളൂ കുട്ടി. പരിപ്പോട വേണ്ട, ഗുണ്ട് വേണ്ട. ഞാൻ പറയാനുള്ളേക്ക് അങ്ങ് പറയേന്ന്. പണ്ടേ ഉള്ളേ. അപ്പൊ അമ്മയുടെ ഇതുകൊണ്ട് എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എല്ലാം കൊടുക്കാം. നോക്കെ എന്നാ ജോലി ചെയ്യാൻ അപ്പോൾ ഇടയ്ക്കൊരു ചായ ബ്രേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ട് നമ്മൾ അപ്പുറത്ത് ഉമ്മാരെ കടയിൽ നിന്നും കേക്കൊക്കെ മേടിച്ച് ഞങ്ങൾ ചായയെ കുടിച്ചു, പഴമൊക്കെ കഴിച്ചു. ഉമ്മാരുടെ കടയിൽ ചെന്നപ്പം നല്ല നാടൻ പാളയംകൂടം പഴം നിൽക്കുന്നു കേട്ടോ. അങ്ങനെ അമ്മ അത് ഒരു മേടിച്ചിട്ട് വന്ന് ഞങ്ങൾ അതുമൊക്കെ കഴിച്ചിട്ട് പിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അധികം ഞാൻ ജോലി ചെയ്യുന്ന കാണത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് സ്റ്റാൻഡ് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ക്യാമറ കയ്യിൽ വെച്ചിട്ട് എൻ്റെ കൈ ഒഴിയുമ്പോഴത്തേക്കും, അതായത് ഞാൻ ജോലി ചെയ്യുന്ന എടുക്കാൻ പറ്റത്തില്ല. ഇവർ രണ്ടുപേരും നല്ല തിരക്കായിരുന്നു. അപ്പം സാധാരണ ഞാനും അമ്മ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ചാരി വെക്കും. ഇവിടെ അതിനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ട് കൊടുക്കുകയും വെക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എടുത്തുകൊണ്ട് കൊടുത്തിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി അല്ലാതെ നിനക്ക് ചെയ്തുകൂടെ എന്ന് വെച്ചിട്ടുള്ള കമൻ്റ് ഒന്നും വരണ്ട. ഞാനും ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെ, ഈ ടാർപ്പ നമ്മൾ കഴിഞ്ഞ വട്ടം തന്നെ ഇങ്ങനെ ഇട്ടിട്ടാണ് അതിൻ്റെ മണ്ടിലാണ് നമ്മൾ വെങ്കലപാത്രവും സ്റ്റീൽ പാത്രവും കമത്തി വെക്കുന്നത്. ഈ പ്രാവശ്യം അതെല്ലാം എടുത്ത് നല്ല രീതിയിൽ തുടച്ച് പിന്നെ തിരിച്ചവിടെ ഇട്ടിട്ടാണ് അതിൻ്റെ മണ്ടയ്ക്ക് വെക്കുന്നത് കേട്ടോ. അതെ, പാത്രങ്ങളെല്ലാം ഉണങ്ങി. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കട്ടൻ കഴുകിയതിന് ശേഷം പാത്രങ്ങൾ കഴുകിയായിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ ഉണങ്ങി കുട്ടപ്പന്മാരായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ വെങ്കല പാത്രവും എല്ലാം കഴുകി ഇതൊക്കെ വിളക്കുകൾ, ഇതൊക്കെ നമ്മൾ ഷോക്കേസിൽ വെക്കുന്ന കേട്ടോ. അമ്മയുടെ ഒരുപാട് ഇങ്ങനത്തെ കളക്ഷനുണ്ട്, നല്ല വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാട്ടോ നമ്മൾ അവസാനം സെറ്റ് ചെയ്തപ്പം ഇങ്ങനെയാട്ടോ ഇരുന്നത്. ഇങ്ങനെ തന്നെ ഇരുന്നല്ലെങ്കിലും നമ്മളിതെല്ലാം എടുത്തുനിന്ന് പൊടി തൂത്തുവാരി കഴുകി ഉണക്കി പിന്നെ തിരിച്ചു വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെല്ലാத்தைയും ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് സുശീലാൻ്റിയാണ്. പിന്നെ കർട്ടൻ്റെ കാര്യം എന്ന് വെച്ചാൽ കർട്ടൻ എല്ലാ കർട്ടനും എടുത്ത് കഴുകിയിടും, അത് നമുക്ക് വലിയ പ്രശ്നമില്ല. ഈ പ്രാവശ്യം എടുക്കാൻ പറ്റാത്ത കാരണം അമ്മ അധികം എടുക്കാത്ത കർട്ടൻ പോലും ഇത് ഞാനും ആൻറ്റിയും കൂടെ എടുത്തു കേട്ടോ. അമ്മ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ആ കർട്ടനൊക്കെ ഇച്ചിരി ഉയരത്തിലൊക്കെ ഉള്ളത്, അപ്പോൾ അതൊന്നും സാധാരണ എടുത്ത് കഴുകാറില്ല, കാരണം തിരിച്ചിടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ പ്രാവശ്യം ഞാനും അമ്മയും ആൻറ്റിയും കൂടി അതെല്ലാം എല്ലാ മരത്തിൻ്റെയും കസേരയുടെ മണ്ടയിലൊക്കെ കയറിയെന്ന് എല്ലാം എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നമുക്ക് കർട്ടനിൽ ചെറിയൊരു പാളിച്ച പറ്റിയത്. പിന്നെ ഈ ഷോക്കേസൊക്കെ വൃത്തിയായിട്ട് തുടച്ചു. റോഡ് സൈഡിലായതുകൊണ്ട് വീടായതുകൊണ്ട് തന്നെ എപ്പോഴും പൊടിയടിക്കും. നമ്മൾ എത്ര തുടച്ചാലും ഡെയിലി ഇവിടെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. മന്ത്ലി ക്ലീനിങ് ഉണ്ട്, അതല്ല ഇത് ഡീപ്പ് ക്ലീനിങ് ആണ്, നന്നായിട്ട് പൊടിയടിക്കും. അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോക്കേസ് ക്ലീനിങ്ങിന് പോവാം കേട്ടോ. അതുപോലെ തന്നെ ഞാനിത് സുശീലാൻ്റി വന്നൊരു വീഡിയോ ഞങ്ങൾ ഉച്ചയൂണ്ട് സമയത്ത് ഇട്ടപ്പോഴേ അംബിക ആൻറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പുതിയ പണിയെന്ന്. ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ വീഡിയോ ഇടാമെന്ന്. അപ്പോൾ ആൻറ്റി ശ്രദ്ധിക്കൂ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഷോക്കേസ് ക്ലീനിങ് ആണ്. ഇതും അങ്ങനെ തന്നെയാണ്, അപ്പുറം ഇപ്പുറം ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ അവരെ എടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഫ്രെയിമുകളൊക്കെ ആദ്യം ഇവിടെ ഇരുന്നതാണ്. ഇന്ന് പിന്നെ ഞാൻ അമ്മയോട് തന്നെ അതൊന്നും വേണ്ട, നമുക്കതൊക്കെ മാറ്റാം, അതൊരു ഭംഗിയില്ല, നമുക്ക് ഈ വിളക്ക് വെങ്കല പാത്രങ്ങൾ മാത്രം അവിടെ വെക്കണം. അങ്ങനെ ആദ്യം ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഭാഗത്ത് നിന്ന് വന്ന് നോക്കുമ്പോൾ ഒരു ഭംഗി കുറവ് കണക്ക് തോന്നി. അങ്ങനെ പിന്നെ അത് മാറ്റുന്നുണ്ട് കേട്ടോ. മാറ്റിയിട്ട് അവസാനത്തെ ലുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. പിന്നെ എന്നാ ഇപ്പൊ സമയം എത്രയാണെന്ന് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. 6 ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പല കട്ടനും പല സൈസായിരുന്നു, പല അളവിൽ. ചിലത് താഴെ വരെ കിടക്കുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ ജനലിന്റെ കറക്റ്റ് ആ പോയിന്റ് നിൽക്കുന്ന കട്ടനുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നോക്കാതെ എല്ലാം കൂടി വാരി പറക്കിയിട്ട് എന്നിട്ടിപ്പം നമ്മൾ കൊരുത്തിട്ടപ്പോൾ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ ഒന്ന് വലുത് ഒന്ന് ചെറുത്, പിന്നെ കളർ ചേഞ്ച്, പിന്നെ ആദ്യം അപ്പുറം ഇപ്പുറവും കിടന്ന കളർ ഏതാണെന്നൊരു കൺഫ്യൂഷൻ. അങ്ങനെ കാരണം നമ്മൾ ആദ്യം ഫസ്റ്റ് ഊരുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടു, അവസാനം നമ്മൾ സെറ്റാക്കി കേട്ടോ. കുറച്ച് ലേറ്റ് ആണെങ്കിലും ആൻറ്റി നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. ഞാനും അമ്മയും ആൻറ്റിയും കൂടി ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തീർന്നു കേട്ടോ. പിന്നെ എന്നാ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ന്യൂ ഇയറിന് മുന്നേ ചെയ്ത, അതായത് ന്യൂ ഇയറിന് മുന്നേ 2025 മുന്നേ ക്ലീൻ ചെയ്യണം എന്നൊരിതുണ്ടായിരുന്നു. ന്യൂ ഇയറിന് മുന്നേ സെറ്റാക്കിയിരുന്നു ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ വീട് ക്ലീനിങ് ആയിരുന്നു അമ്മയുടെ ആഗ്രഹം കേട്ടോ. അതെന്തായാലും അമ്മ ന്യൂ ഇയറിന് മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാ പറയാനോ, വീഡിയോ സ്പീഡിന് പോകുന്നു എന്നുള്ള കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ സ്പീഡാക്കാത്ത. ഈ വീഡിയോ ഞാൻ നോർമലായിട്ട് എടുത്ത പോലെ ഇട്ടേക്കുക കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. കണ്ണടിച്ച് പോകുന്നൊക്കെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ബോറാവുമെന്ന് വെച്ചിട്ടാണ് സ്പീഡിനാക്കുന്നത് കേട്ടോ. അതെ, നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് വന്ന് നോക്കും. ഞാൻ ഇവിടെ നോക്കിയിട്ട് ആ കൊള്ളാന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞ് ഞാനും കൂടി ആസ്വദിക്കട്ടെ കൊള്ളാവോന്ന്. അങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മൾ തന്നെ നോക്കി ആസ്വദിക്കുകയാണ്. സെറ്റായിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്നാ പറയാനാ, വീട്ടിൽ ചെന്നൊക്കെ നമ്മുടെ മണ്ണെണ്ണ വിളക്കൊക്കെയാണ് നിങ്ങൾക്ക് കാണും. പണ്ടത്തെ ചുമ്മിനി വിളക്കുണ്ടല്ലോ, അതൊക്കെയാ കേട്ടോ. അതൊക്കെ കറുത്തൊക്കെ ഇരുന്നതാ. അമ്മ എന്നെയൊക്കെ തേച്ച് കുട്ടപ്പനാക്കിക്കൊണ്ട് ഇവിടെ വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ എല്ലാ സാധനവും അങ്ങനെ തന്നെ പഴയ സാധനങ്ങളാണ് തേച്ച് നല്ല മിന്ന കുട്ടപ്പന്മാരാക്കി വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെന്താ പറയാനായിട്ട്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കണ്ടോളൂ. അതാണ് അത് അതുകൊണ്ട് അത് തന്നെ അടുപ്പ് വെച്ചതൊക്കെ കൈ ഇരിക്കണം മക്കളെ കയ്യിൽ. അത് തന്നെ ഇനി മഞ്ഞ ഇതാണെങ്കിൽ ഏറ്റത്തിൽ കിടന്നതാണ്. എത്ര 4 എണ്ണ അല്ലേ ഒന്നിനകത്ത് 4 എണ്ണ അല്ലേ ഇതിനകത്ത് 3. ഇനി ഇവിടെ ഉണ്ട്.
കുറവ്. ഇതാണ് ഇവിടെ നിന്ന് അരിക്കൊട്ടിയെന്ന് എടുത്തത് പശ. അപ്പൊ ഇവിടെ വലുതായിരിക്കും ഇതാവുള്ളത്. ഇവിടെ ഇത്രയും വലുത് വരില്ല. ശിശിര അതങ്ങോട്ട് ആ കമ്പിയിലോട്ട് വെച്ചാണ് ശിശിര മുകളിലോട്ട്. താഴെ തട്ടിരിക്കുവരുന്ന ഇല്ല, അവിടെ വരെ ഉള്ളതായിരുന്നു. ഇവിടെ ഇത്രയും ഉണ്ട. ഇത് എവിടൊക്കെ ഉണ്ട്? അവിടെ ഇവിടൊക്കെ കാണാം. അവിടെ അങ്ങ് താഴെ തട്ട് വരുന്ന ഇല്ല, ഇത് ഇങ്ങനെ തറയിൽ തട്ടില്ലായിരുന്നു. ഇവിടെ താഴെ തട്ടില്ല അല്ലേ? തട്ടില്ലായിരുന്നു. ഇവിടെ വലുതാണ്. എല്ലാം ഒരു പറിച്ചെടുക്കുകയും ചെയ്ത് ഇപ്പൊ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ. ഇതിന് ഈ അഴുക്ക് പറ്റിയത് ഞാൻ ഇതുപോലത്തെ ഇവിടെ ശിശിരയുടെ പറഞ്ഞില്ലേ ഒരു അഴുക്ക് പറ്റിയത്. മഴത്തിന് വേറെ ഉണ്ടാകുന്നു. അപ്പൊ അത്രയും ഇറക്കത്തിനാണ് കിടക്കുന്നത്. അതാണ് അവിടെ ഉള്ളെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഇറക്കമുള്ളതായിരിക്കും അവിടെ. ഇറങ്ങി കിടന്നതാണ് ഇങ്ങനെ ആയിരിക്കും കിടന്നിട്ടുള്ള. ഇവിടെ ഇങ്ങനെ പൊക്കൂലായിരിക്കും, ഇങ്ങനെ വരേണ്ടതായിരിക്കും. ആ ശരി തന്നെ. അപ്പൊ അവിടെ ഇങ്ങനെ മുക്കാലില്ലായിരിക്കും കേട്ടാ. ഇവിടെ താന്ന് കിടക്കുമായിരിക്കും. അത് നമ്മൾ ഓർമ്മിക്കാതെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. എല്ലാം കൂടെ വലിച്ചു കുടിയൊക്കെ എടുക്കാം. അങ്ങനെയല്ല, കടുവണയൊന്നും അല്ല പാട്. തിരിച്ച് അതാണ് പക്ഷെ സംഗതി ഇങ്ങനെ പൊരിക്കാനൊക്കെ ഉണ്ടാക്കി നമ്മൾ അതിന്റെ കണക്കിന് പടപടാൻ നിർത്തുണ്ടോ. എടുക്കാൻ അത് പറഞ്ഞിട്ടില്ലേ, ഒരു വീട് വയ്ക്കാൻ പാട് ഇടിച്ചു കളയാൻ ഇന്നത്തെ നേരം കൊണ്ട് പറ്റും. ഈ മഞ്ഞയല്ലേ ഈ മഞ്ഞയല്ലല്ലോ ഇപ്പൊ വലുത് വലുത് നല്ല വീട്ടോളെ എല്ലാം പല അളവാണ് അല്ലേ? അതിനോടത്തെല്ലാം ഞാനും ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചാൽ ഞാൻ ഒരു മാൽപ്പോ സുശീലയും വെച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് അങ്ങനെ ഒരു അളവായിരിക്കുന്നതാണ്. കളർ മാത്രം അറിയാമോ. ഇനി അങ്ങനൊക്കെ ഉള്ളതായിരുന്നു. ൂരാതൊക്കെ വയ്യ കറക്റ്റല്ലേ. നാലെണ്ണം ഉണ്ടാ ഇവിടെ മൂന്നെണ്ണം ഉള്ളത്. നമ്മളിവിടെ അവിടെ മൂന്നേ ഇവിടെ രണ്ട് പാടിയല്ലേ അപ്പൊ മൂന്ന്. കാല് കെട്ടിട്ട് എന്റെ കാല് കെട്ടില്ലെങ്കിലും രാത്രി എവിടെ രണ്ട് വാഴയിൽ നടന്നു വെച്ചേ
ആ ആ ടാറ്റ പറ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സുശീലാൻറ്റി പോകട്ടെ. രാത്രി 7 മണിയായി. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് കേട്ടോ ആൻറ്റീനെ വിട്ടത്. കുറച്ച് അടുത്ത് തന്നെയാണ്, എന്നാലും പിന്നെ നൈറ്റ് നടന്നു പോകത്തില്ല. 7 മണിയായി, സന്ധ്യയായി. അപ്പം ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് വ്ളോഗ് ഇവിടെ തീരുവാണ്. അടുത്ത വ്ളോഗുമായിട്ട് പെട്ടെന്ന് വരും. അപ്പം അതുവഴി ഓക്കെ, ബൈ ബൈ, സീ യു.